എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടുകാരെ പറ്റിച്ച് പണം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് ഞാൻ മറ്റൊരാളെ സഹായിക്കുന്നു, ഞാനൊരു സേവനം ചെയ്യുന്നു, ഞാനൊരു ചാരിറ്റി നടത്തുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന സാധനം. ഈ സാധനം നമ്മുടെ നാട്ടിൽ തീരെ കുറവല്ല. പല സ്ഥാപനങ്ങളും ചാരിറ്റി എന്ന ഒരു ലേബലും വെച്ചിട്ട് കുഞ്ഞുങ്ങളെ സഹായിക്കുന്നു, വൃദ്ധരായ മാതാപിതാക്കളെ സഹായിക്കുന്നു, അവരെ ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്ന പേരിൽ പല തരത്തിലുള്ള അഴിമതികൾ കാണിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി വലിയ നേട്ടം ഉണ്ടാക്കുക എന്നതുപോലെ തന്നെ സമൂഹത്തിൽ ഒരു നന്മ മരം എന്നൊരു ഇമേജ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഇമേജ് ബിൽഡ് ചെയ്യാനായിട്ട് ഇവർ പലതും ചെയ്യും. ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ പോലും ആ തെറ്റുകളെ എല്ലാം ശരിയാക്കി ചിത്രീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കും. ഇങ്ങനെ സംഭവിച്ചൊരു സ്ഥാപനമാണ് ജീവമാതാ കാരുണ്യ ഭവൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഗിരിജ സ്ഥാപനത്തിൽ മറ്റേ ഈ സ്ഥാപനത്തിൻ്റെ ഐശ്വര്യം എന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനം. ഈ സ്ഥാപനത്തിനെ കുറിച്ചിട്ട് ഓരോ ദിവസം പോകും തോറും വളരെ 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 മോശമായിട്ടുള്ള കാര്യങ്ങളാണ് സമൂഹത്തിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സാധനങ്ങൾ ഇത്രയും നാളും, ഈ സ്ഥാപനത്തിനെ കുറിച്ചുള്ള മോശം പേര് ഇത്രയും നാളും പുറത്തു വരാതിരുന്നതിൻ്റെ പ്രധാന കാരണം അവർക്ക് ആ നാട്ടിലുള്ള പിടിപാട് കാരണമാണ്. രാഷ്ട്രീയമായ വലിയ പിന്തുണ, പോലീസുകാരുടെ വലിയ പിന്തുണ, അങ്ങനെ എല്ലാവരെയും സപ്രസ് ചെയ്ത് നിർത്തുക എന്നൊരു രീതിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഹിറ്റ്ലർ നയം. ഇവരെ എതിർക്കുന്നവർ ആ നാട് വിട്ടു പൊക്കോണം, അങ്ങനൊരു നടപടിയാണ് ഇവർ സ്വീകരിച്ചിരുന്നത്. ഇവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വളരെ പ്രസക്തമായ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേൾപ്പിക്കാം. നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും, പക്ഷെ കാണാത്ത കുറച്ച് കാര്യങ്ങളൂടെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ആദ്യം, ഈ ജീവമാതാ കാരുണ്യ ഭവന്റെ തുടക്ക സമയത്ത് ഇതൊരു സ്ഥാപനത്തിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് റൺ ചെയ്തിരുന്നു. ആ സ്ഥാപനത്തിന്റെ അന്നത്തെ ആ ബിൽഡിങ്ങിന്റെ ഓണർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ട് നമുക്ക് ഈ ഒരു പുട്ടിന് പീരിയിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എനിക്കിവിടെ പറയാൻ പറ്റുമെന്നറിയില്ല. ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ അമ്മയുടെ അനിയത്തിയുടെ മകൻ ഒരു അന്തേവാസിയെ ബലാത്സംഗം ചെയ്യുന്നതാണ്. ചേച്ചി നേരിട്ട് കണ്ടുകൊണ്ടുവരുന്നത്. പക്ഷെ ഞാനിത് അവരോട് പറഞ്ഞിട്ടില്ല. അതാണ് അതിനകത്തെ ഏറ്റവും വലിയ തെറ്റിലൊന്ന്. അതായത് ഇവർ പറയുന്നത്, ഇവര് ആ സ്ഥാപനത്തിലേക്ക് കയറി വരുമ്പോഴത്തേനും അവിടെ ഒരു ബലാത്സംഗ രംഗമാണ് ഇവർ കാണുന്നത്. പക്ഷെ ഇത് ഇന്ന് വരെ അവർ പുറത്തു പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങളൊരു സ്ത്രീയാണ്, മറ്റൊരു സ്ത്രീയോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയാണ് നിങ്ങൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇവർ പറയുന്നതിനകത്ത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ എനിക്ക് പറ്റത്തില്ല. അതിന്റെ കാരണം ഞാൻ പറയാം, ബാക്കിയൂടെ പറയട്ടെ. പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അംഗീകരിക്കത്തില്ല. ഞാൻ കാണുകയും കഥവ് തള്ളി തുറന്ന് അങ്ങോട്ട് ചെല്ലാനും ഇതാ കാണുന്നത്. ഇവിടുത്തെ അന്തേവാസി 35 വയസ്സ് വല്ല ഒരു തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരു അന്തേവാസിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ആ കഥവ് ചാരി. അതുപോലെ ഞാനൊന്നും മിണ്ടിയില്ല. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമം. കാരണം വെച്ചാൽ ഈ വീട്ടിനകത്ത് ഇത് നടന്നല്ലോ. അവരിത് അവരോട് പറയത്തിൻ്റെ കാരണമായിട്ട് പറഞ്ഞത്, അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് അംഗീകരിക്കില്ല. അതൊരു കാരണം. രണ്ടാമത്തത്, അവർക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പക്ഷേ ഇത് ഇവർ പുറം ലോകത്തെ അറിയിക്കാതെ വെച്ചു. ഒരു നാട്ടിൽ, ഒരു സ്ഥാപനത്തിൽ ഒരു പ്രശ്നം നടക്കുമ്പോഴത്തേനും 2 തരത്തിലുള്ള ആളുകൾ പുറത്തു വരും. ഒന്നാമത്തെ തരത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ പ്രശ്നങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു വരും. മറ്റു ചില ആളുകൾ അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ കുറേ പൊടിപ്പും തൊങ്ങലൊക്കെ ഇട്ട് പറയും. എനിക്ക് ഇവരെ അങ്ങനെ മാത്രമേ കണക്കാക്കാൻ സാധിക്കുന്നുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒരു രംഗം അവർ കൺമുന്നിൽ കണ്ടിട്ട് അവരതിനെതിരെ ആക്ഷൻ എടുത്തില്ല. ആ സ്ഥാപനത്തിൽ അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഇവർ ഈ വീഡിയോയിൽ പറയുന്നത് അവരപ്പുറത്ത് സ്ഥലം മേടിച്ചു, അന്നേരമൊക്കെ അവരിവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ സംഭവം നടന്നതിന് ശേഷവും അവരവിടെ നിൽക്കുന്നുണ്ട്. ഇവരുടെ സ്ഥാപനം ഇവർക്ക് ഇറക്കി വിടാം, ഇവരിറക്കി വിട്ടിട്ടില്ല. ഇറങ്ങി പേടിച്ചു വെച്ചാൽ ഈ സംഭവമാണല്ലോ ഇവിടെ നടന്നത്. അതുകൂടാതെ പിന്നെ 2 ജോലിക്കാരെ ഞാൻ വിട്ടിരുന്നു. അവർ പറഞ്ഞു ആരെങ്കിലും 2 ജോലിക്കാരെ വേണേ. എനിക്കിതിൽ അതിന് മുമ്പാണ് ജോലിക്കാർ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു, ഞങ്ങളെ എന്തിനാ അങ്ങോട്ട് വിട്ടത്, ഞങ്ങൾ തുണി മാറാൻ സമ്മതിക്കുന്നില്ല, ആണുങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നവർ വന്ന് ഞങ്ങളുടെ അടുത്ത് നിൽക്കുകയാണ്. ഇവർ പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇവർ പറയുന്ന യാഥാർത്ഥ്യമാണെങ്കിൽ ഇവരാദ്യം 2 ആൾക്കാരെ അവിടെ ജോലിക്ക് വിടുന്നു. അവർ വന്ന് കംപ്ലൈൻറ്റ് പറയുന്നു, അവിടെ ഞങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല, അവിടുത്തെ പുരുഷന്മാർ അപമര്യാദയായി പെരുമാറുന്നു, വസ്ത്രം മാറുമ്പോൾ അവിടെ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ഇവർ കാണുന്നു, അവിടെ ഇവരുടെ ഒരു സ്വന്തക്കാരനായ ഒരു പുരുഷൻ തലയ്ക്ക് സ്ഥിരമില്ലാത്തൊരു പെൺകുട്ടിയെ ശാരീരികമായി ഉപയോഗിക്കുന്ന ഇവർ കാണുന്നു. അപ്പോൾ ഈ ഒരു പ്രക്രിയ കാലാകാലങ്ങളായിട്ട് ഇവരുടെ തുടക്കകാലം മുതലേ ആ സ്ഥാപനത്തിൽ നടക്കുന്നു എന്നാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ചോദ്യം, ആദ്യം ഇങ്ങനെ നിങ്ങൾ 2 പേരെ വിട്ടു, അവർ പറഞ്ഞു ഇത് നമ്മുടെ സ്ഥാപനത്തിന് ഇത് ഞങ്ങൾക്ക് പറ്റിയതല്ല, അവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് അവർ നിങ്ങളോട് പറയുന്നു. ബാക്കിയും കൂടെ കേട്ടിട്ട് നമുക്ക് ഈ സെൻറ്റൻസ്, ഞാൻ പറഞ്ഞ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഒരു നേഴ്സിനെ വിട്ടു. നേഴ്സ് പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾക്ക് ഇത് പറ്റിയ പണിയല്ല, ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, ടീച്ചറെ ഞങ്ങളെ ഇനി ഒരിക്കലും ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടേക്കല്ലേ. ജനാശ്വാസ പ്രവർത്തനങ്ങൾ സ്ഥിരമായി നടന്നുകൊണ്ടിരുന്ന ഇതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമതൊരാളെ വിട്ടു, അവരും ഇത് തന്നെ പറയുന്നു, ഞങ്ങളെ ഈ സ്ഥാപനത്തിലേക്ക് വിടരുത്, ഞങ്ങൾക്ക് ഇത് പറ്റത്തില്ല എന്ന്.
അത് കേട്ടിട്ടും ഇവർ ആ സ്ഥാപനത്തിൽ അവരെ തുടരാൻ സമ്മതിച്ചു. അത് കണ്ടിട്ട് ഇവർ ഇത്തരത്തിലൊരു രംഗം ഇവരുടെ കൺമുന്നിൽ കണ്ടു, ഇവരവരെ തുടരാൻ സമ്മതിച്ചു. അപ്പൊ ആ സ്ഥാപനത്തിന്റെ സേഫ്റ്റിയെ ചൊല്ലി നിങ്ങൾ എന്തുകൊണ്ട് ഒരു 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 കാൽവെപ്പ് മുമ്പോട്ടെടുത്ത് വെച്ചില്ല? നിങ്ങളുടെ ഭാഗത്ത് നിന്നും നിങ്ങൾ ഈ പറയുന്നത് ശരിയാണെങ്കിൽ ഒരു വലിയ വീഴ്ചയാണ് ഇത് വന്നത്. എനിക്ക് തോന്നുന്നില്ല ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീ ഇങ്ങനെ ഇത്തരത്തിലൊരു കംപ്ലൈന്റുകൾ വന്നിട്ട് ഒരു കണ്ണടച്ച് നിൽക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കുറഞ്ഞ പക്ഷം നിങ്ങൾ അവിടുത്തെ നിങ്ങളുടെ ഭർത്താവിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളോടോ പറയും, അവര് പറഞ്ഞത് സ്പ്രെഡ് ആയതൊരു ഇഷ്യൂ ഉണ്ടാവും. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്തെ യാഥാർത്ഥ്യം എനിക്കറിയില്ല. ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇത് ഇവരുടെ തുടക്കകാലം മുതലേ ഇത്തരത്തിലുള്ള അബ്യൂസുകൾ ചെയ്യുക എന്നുള്ളത് അവര് തുടർന്ന് വന്നുകൊണ്ടിരുന്നൊരു കാര്യമാണ്. തേപ്പ് പറയുന്ന ഒരു വസ്തു കൊണ്ടെന്ന് പറഞ്ഞ് കൊടുത്ത ഇവിടെ ഒന്നെല്ലാം പറഞ്ഞു ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു. രാഷ്ട്രീയമാണ് പിടിപാടുള്ളതിൻ്റെ രാഷ്ട്രീയം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പോൾ അതിനെതിരെ കൗണ്ടറായിട്ട് അവൾ കൊടുത്തതെന്നറിയോ? ഞാൻ അവിടെ ചെന്ന് ആഭാസത്തരം പറഞ്ഞു, അനാവശ്യം പറഞ്ഞു, മറ്റേ ചെയ്തു, അതിക്രമിച്ച് കടന്നു, അനാഥാലയത്തെ അതിക്രമിച്ച് കടന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി അവളും വിളിച്ച് പറഞ്ഞു, ഞാനും വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആ SI എന്ന് പറഞ്ഞാൽ അവനൊരു ഷണ്ണനായിരുന്നു, മലയാളത്തിൽ പറഞ്ഞ ഷണ്ണനായിരുന്നു. അവൻ അത് കേട്ടിട്ട് ആ രണ്ടുപേരുടെ സെറ്റിൽ അങ്ങ് തീർക്കുന്നത്. അവൾ എൻ്റെ വാദം കേട്ടില്ല, അവളെ വാദം കേട്ടില്ല. പക്ഷേ ഒരു കോൺസ്റ്റബിളായിരുന്നു, അയാളൊന്ന് പറഞ്ഞു, സാറേ പോയിന്റ് നമ്പർ 1, ആ സ്ഥാപനത്തിനെതിരെ ഒരുപാട് പരാതികൾ ഉയർന്നു വന്നു. അതോടൊപ്പം തന്നെ അവരുടെ വളർച്ചയും വളരെ വലുതായിരുന്നു. ഇവര് രാഷ്ട്രീയപരമായി വലിയ പിന്തുണയുണ്ടാക്കി. പല ഉന്നത രാഷ്ട്രീയ നേതാക്കൾ വരെ ഇവരെ പിന്താങ്ങുന്നുണ്ട്. ചിറ്റയം, ഗണേഷ് കുമാർ, ഇത്തരത്തിലുള്ള വളരെ കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനങ്ങളുള്ള ആളുകളെ ഇവർ കൈപ്പിടിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കെതിരെ എന്ത് പരാതി വന്നാലും മുകളിൽ നിന്നുള്ള പിടിപാടുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കുന്നു. അതാണ് പറഞ്ഞത്, അതാണ് ഇവരുടെ ധൈര്യവും. ബാക്കി കൂടെ കേൾക്കാം. പിന്നെ അദ്ദേഹത്തിന് ഒരു പരാതിയുണ്ട്. ആ പരാതിയൊക്കെ പോട്ടെ. കാര്യം അവള് വിളിച്ച് പറഞ്ഞു, മേളിൽ പറഞ്ഞാൽ ഗണേഷ് കുമാറും ചിറ്റകുമാറും വലിയ ഇവിടെ കിടക്കുന്നത്. ശരി, വേണ്ടാന്ന് പറഞ്ഞു, ഞാൻ പോകുന്നു. മേളിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാരാ? ചിറ്റയം ഗോപകുമാറും ഗണേഷ് കുമാറും. ഓക്കെ, ഗണേഷ് കുമാറിനൊക്കെ നമുക്കൊരു വിലയുണ്ട്, അത് പോട്ടെ. ഇനി ഇതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിനെ കുറിച്ചിട്ട് ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നിലവിൽ കേട്ട ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിലെ അന്തേവാസികളെ ശാരീരികമായി ഉപയോഗിക്കുന്നുള്ള അലിഗേഷനാണ്. അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിലെ അന്തേവാസികൾക്ക് വേണ്ടത്ര ആഹാരവും വസ്ത്രവും ഒന്നും കിട്ടുന്നില്ല, ആ പാർപ്പിടത്തിലൊരു സേഫ്റ്റി കിട്ടുന്നില്ല എന്നുള്ള വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന വേസ്റ്റ് അവരെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചുതരാം. ഒരു വെളുപ്പിനെ 2 മണി 3 മണിയാകുമ്പോഴത്തേനും അതിരൂക്ഷമായ ഗന്ധമാണ് നമ്മുടെ ജനലിൻ്റെ അകത്ത് കൂടെ അകത്തോട്ട്. അപ്പം ഇത് പ്ലാന്റേഷൻ ആണല്ലോ അപ്പുറത്ത്. അപ്പോൾ പ്ലാന്റേഷൻ്റെ റബ്ബറും തോട്ടം, റബ്ബറും തോട്ടത്തിൽ നിന്ന് ആൾക്കാർ മീൻസ് അവിടുത്തെ വേസ്റ്റ് ഒഴുക്കുന്നതാണോ, ഇതെന്താണ് കാരണം എന്നിങ്ങനെ നോക്കുമ്പോൾ ഈ താഴെ കൊടുക്കുന്നുണ്ട്, ഈ തൊട്ട് താഴെ കാണുന്ന ഒരു തോടാണ്. ആ തോട്ടിൽ എന്താണ് അവിടുത്തെ ഡ്രെയിൻ ഓപ്പൺ ആക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. നമുക്കിത് ആ കാട്ടിൻ്റെ അകത്തിൽ കൂടെ ഒക്കെ പോയി നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? അതായത് ഇവരുടെ സ്ഥാപനത്തിൽ നിന്നുള്ള വേസ്റ്റ് ഈ അപ്പുറത്തൂടെ പോകുന്ന ചാലിലേക്ക് ഇവർ കൊണ്ട് ലയിപ്പിക്കുന്നു. അതായത് ഇവരിങ്ങനെയാണ് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത്. അതായത് ഓൾറെഡി ഈ സ്ഥാപനത്തിനെ കുറിച്ച് വൃത്തിയില്ലായ്മ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഇത് ഒരാൾ പറഞ്ഞ കാര്യമല്ല. ഇതേ സാധനം ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് ഈ വിഷയങ്ങളെക്കുറിച്ച് ആദ്യം സോഷ്യൽ മീഡിയയിൽ സംസാരിച്ച സന്ധ്യ പല്ലവി പറയുന്നതും കൂടെ ഞാൻ നിൽക്കൊന്ന് കേൾപ്പിക്കാം. അപ്പൊ ഈ പറയുന്ന സാധനം ഉറപ്പാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കിടന്ന കിടപ്പില് മലമൂത്ര വിസർജനം ചെയ്യുന്ന ആൾക്കാരെ അത് മൊത്തം കോരണം. ഇവർ ഗ്ലൗസ് കൊടുക്കത്തില്ല. ഈ ഗ്ലൗസ് ഇതേ പഴയ തുണിയുണ്ട്, ഈ പഴയ തുണി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് കോരും. ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇങ്ങനെ കോരി കൊണ്ട് കളയും. അതും അപ്പുറത്ത് ഈ മതിലിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഓവുചാലോ പാടോ ഏതാണ്ട കൊണ്ട് കളയുന്നത്. തുണി കീറി വെച്ചിട്ടുണ്ട് ഈ സാധനം. ഇതേ കാര്യം തന്നെയാണ് അവരും പറഞ്ഞത്. വേസ്റ്റ് തുണിക്കകത്ത് കെട്ടിപ്പിടിച്ച് ഗ്ലൗസ് ഒന്നുമില്ല കൊണ്ട് അപ്പുറത്തെ ചാലിലേക്ക് ഒഴുകണം. അപ്പോൾ ഈ സ്ഥാപനത്തിനെതിരെ വന്ന അലിഗേഷൻസ് ഒക്കെ വളരെ കറക്റ്റാണ്. ഈ വിഷയത്തിൽ വളരെ ആക്റ്റീവായിട്ട് ഫോളോ ചെയ്തത് നമ്മുടെ ഷെഫീന ചേച്ചിയാണ്. അവരുടെ ചാനലിൽ ഇന്നൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഈ മനുഷ്യാവകാശ കമ്മീഷൻ അവരെ എല്ലാം മാറ്റി പാർപ്പിച്ചു, ആ പിള്ളേരെല്ലാം സേഫായിട്ട് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പുറത്തു വന്നിരുന്ന അലിഗേഷൻസ് എല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് നാട്ടുകാർക്ക് പ്രശ്നം, അവിടെ താമസിക്കുന്ന അന്തേവാസികൾക്ക് പ്രശ്നം, അവിടെ ജോലി ചെയ്ത ആളുകൾക്ക് പ്രശ്നം. പക്ഷേ നിയമപരമായി യാതൊരു നടപടിയില്ല. അവർ ഒളിവിപ്പോയി, ഈ ഗിരിജയും മകനും. ഇതുവരെ അവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ഇഷ്യൂവും കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഇതിനകത്ത് ആ സ്ഥാപനത്തിലെ ആളുകളെ മരിച്ച ശേഷം അവരുടെ ശവശരീരങ്ങൾ മറ്റ് സ്ഥാപനത്തിലേക്ക് വിൽക്കുന്നു, ഹോസ്പിറ്റൽസിലേക്കൊക്കെ. അതാണ് മറ്റൊരു അലിഗേഷൻ. അപ്പോൾ അവിടെ ഉള്ള ആളുകൾക്കുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഒരു മരണം നടന്നാൽ അവിടെ വെച്ച് നടന്നാൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലാണ് ഉത്തരവ്. അത് സ്ഥാപനത്തിൽ വെച്ചാണ് മരിക്കുന്നതെങ്കിൽ
തീർച്ചയായിട്ടും പോലീസ് അവിടെ വന്ന ഡെഡ് ബോഡി പരിശോധിക്കണം. അതിലെന്തെങ്കിലും മുറിവുകളോ ചതവുകളോ അടിപ്പാടുകളോ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ച് അതിന്റെ റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കണം. തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ ഈ ഡെഡ് ബോഡി മോർച്ചറിലേക്ക് അയക്കാൻ പാടുള്ളൂ. പക്ഷെ നസീമയുടെ ബോഡിയുമായിട്ട് യാതൊരു പരിശോധനകളും നടന്നിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. ഈ നസീമ എന്ന് പറഞ്ഞത് അവിടുത്തെ ഒരു അന്തേവാസിയായിരുന്നു. ഇവിടെയുള്ള പല ആളുകളുടെയും ശവശരീരങ്ങൾ ഇങ്ങനെ വിൽക്കാറുണ്ട്. അത് ഓരോ ഏജ് അനുസരിച്ചിട്ടുള്ള പണം ഇവർ വാങ്ങാറുണ്ട്. ഇതിനൊക്കെ തെളിവ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇദ്ദേഹം നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് മാത്രം പുറത്ത് കാണിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇതൊന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേനും ഇവരുടെ സൈഡിൽ നിന്ന്, അതായത് ഈ ഉദയഗിരിജയുടെ മരുമകൻ പറയുന്ന സാധനങ്ങളൊന്ന് കേൾക്കാം. ഇതിനകത്ത് ഇവർ പറയുന്നത് യൂട്യൂബേഴ്സ് ഇവരെ ഭീഷണിപ്പെടുത്തുന്നു പണം വാങ്ങാനായിട്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതോടെ നമുക്ക് കേൾക്കാം. നിങ്ങൾ നേരിട്ട് വരുവാണെങ്കിൽ പറഞ്ഞ കണക്ക് ആ വോയിസും ക്ലിപ്പുകളും കാര്യങ്ങളെല്ലാം എന്റെ കയ്യിൽ ഇരിക്കുന്നു. ഈ വിളിച്ച് പണം ആവശ്യപ്പെട്ടതും സെറ്റിൽമെന്റ് ചോദിച്ചതും 7 വർഷത്തിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞതും ഒരു ബന്ധമില്ലാത്ത കാര്യത്തിന് നമ്മളെ ഇതിനകത്ത് ഏറെ കയറ്റുമെന്ന് പറഞ്ഞത് എല്ലാ വോയിസ് ക്ലിപ്പും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു. യൂട്യൂബേഴ്സ് ആണോ വിളിച്ചത്? ആ, ഓക്കെ, ഫൈൻ. അപ്പൊ അന്നേരം അത് നമ്മള് അത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലായില്ല ഇത് എന്താണ് എങ്ങോട്ടാണ് പോകുന്നത്. ഇത് ഞാൻ ചോദിക്കുന്നത് എനിക്ക് എന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. പേരോ കാര്യങ്ങളൊന്നുമല്ല. യൂട്യൂബേഴ്സ് ആണ് നിങ്ങളെ വിളിച്ചിങ്ങനെ എയറിൽ കയറ്റും എന്ന് പറഞ്ഞ് സംസാരിച്ചത് യൂട്യൂബറാണ്. ഓക്കെ, ഇപ്പൊ ഫൈൻ. നിങ്ങളെ അല്ല ഞാൻ എന്റെ ക്ലാരിഫിക്കേഷൻ, എനിക്കായിട്ടൊരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ. അല്ല, ഞാൻ നിങ്ങൾ ചാനലിൽ ഇടാനാണെങ്കിൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത്. ഏതൊക്കെയോ യൂട്യൂബർ ഇവരെ വിളിച്ചിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കും. ഇല്ലെങ്കിൽ ഇത്ര പണം തരണം, അല്ലെങ്കിൽ ഇന്ന പോലെ ഇതിനകത്തൊരു ക്യാഷിൻ്റെ ഡീലിങ് സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അത് ഏത് യൂട്യൂബറാണെന്ന് എനിക്കറിയത്തില്ല. ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്തത്, അതിൻ്റെ പേര് ഞാൻ വിട്ടു, ഞാൻ ചാനലിൽ അതിൻ്റെ താഴെ മെൻഷൻ ചെയ്തേക്കാം. അദ്ദേഹം സംസാരിച്ചപ്പോൾ പറയുന്നത് അത് ആരാണ് ആ യൂട്യൂബർ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. ഇതേ ഈ വീഡിയോ പുറത്തു കൊണ്ടുവന്നൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഈ സംസാരത്തിനകത്ത് എനിക്ക് ബാഡ് അടിച്ചൊരു സാധനം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിടാൻ റെക്കോർഡ് ചെയ്യുകയാണോ? റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കണം, റെക്കോർഡ് ചെയ്യല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കണം. ആ ഒരു ചിന്തയായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോയത്. ഏതായാലും ഈ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതുപോലത്തെ സ്ഥാപനങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ നടക്കുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയോ നോക്കാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് നോക്കാൻ ഒരു പ്രാപ്തി ഇല്ലെങ്കിൽ നിങ്ങളവിടെ ചെന്ന് തിരക്കുക. അല്ലാതെ നിങ്ങളെ വളർത്തി വലുതാക്കി എന്നൊരു കാരണത്തിന് വേണ്ടി മാത്രം അവരെ ദ്രോഹിക്കാതിരിക്കുക. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെയുള്ള നിയമ നടപടികൾ വളരെ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകണം. അവർക്ക് തീർച്ചയായിട്ടും അവർ ചെയ്ത തെറ്റിനുള്ള കുരുക്ക് വീഴണം. മറ്റു വീഡിയോ ആയിട്ട് കാണുന്നത്.